കാണാലോ അല്ലേ? നമ്മളിന്ന് പഠിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ മലയാളം എന്തെന്നാ? സാധാരണ പലിശ. സാധാരണ പലിശയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? സാധാരണ പലിശ ഈസ് ഈക്വൽ ടു PNR/100. ഓക്കെ, PNR എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അല്ലെ മുടക്ക് മുതൽ എന്നൊക്കെ പറയുന്നത്, മുതൽ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, അല്ലെ എത്ര വർഷമാണെന്ന് പറയുന്നതാണ് എൻ. ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ ഇത് വെച്ച് സാധാരണ പലിശയ്ക്ക് ആകെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം ചെയ്യാൻ പോകുന്നത്. PNR/100. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ, അതായത് മുതൽ, അല്ലേ, മുടക്ക് മുതൽ. മുടക്ക് മുതലാണ് പി. എൻ എന്ന് പറഞ്ഞാൽ വർഷം, എത്ര വർഷത്തേക്കാണെന്നുള്ളതാണ് എൻ. ഇത് ഇൻട്രസ്റ്റിൻ്റെ, അല്ലേ, പലിശ. ഇതാണ് നമ്മുടെ പലിശയുടെ ശതമാനം. പലിശ ശതമാനമാണ് 6. പലിശ ശതമാനം, പലിശയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. PNR/100 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇപ്പം ഇത് ടൈപ്പ് 1 ആണ്. ഇന്ന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി പഠിക്കും, അടുത്ത ദിവസം ബാക്കി പകുതി. അത് കഴിഞ്ഞിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ടൈപ്പ് 1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 25,000 രൂപയ്ക്ക് 25,000 രൂപയാണ്. 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്ക് 2 വർഷത്തെ സാധാരണ പലിശ എത്ര? 10% പലിശ നിരക്കിൽ 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ പി അറിയാം, 25,000. ആറാണ് 10%, 2 വർഷത്തെ അല്ലേ. അപ്പം എൻ ആണ് 2 വർഷം. നമ്മുടെ പലിശയുടെ ഇക്വേഷൻ എന്താ? I is equal to PNR/100. അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന 25,000 ഇടുക, ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്, ബൈ 100. ഇത് 2 വെട്ടിപ്പോയി. എത്ര വരും? ഇൻറ്റു 10 ഉണ്ടല്ലേ, ഇൻറ്റു 10. ഇപ്പോൾ 250, 500 ഇൻറ്റു 10, 5,000 കിട്ടും. കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. 70,000 രൂപയ്ക്ക് 20% പലിശ നിരക്ക്. 20% പലിശ നിരക്ക് 3 വർഷത്തെ സാധാരണ പലിശ. എന്ത് വർഷത്തെ സാധാരണ പലിശ എത്ര? ഒന്ന് കണ്ടുപിടിച്ചേ. ഇത് പി എത്രയാ? 7,000. ഓക്കെ, 6 20%, N 3. കണ്ടുപിടിച്ചോട്ടെ വേഗം. എത്ര കിട്ടിയ ആൻസർ? നോക്കട്ടെ. 7,000 ഇൻറ്റു 20. PNR/100 ആണല്ലോ. പി 7,000 ഇൻറ്റു 20 ഇൻറ്റു 3 ബൈ 100. 2 0 വെട്ടിക്കളഞ്ഞു. അപ്പോൾ 3 ഇൻറ്റു 2 6, 7 6 42, 42 ഇട്ടിട്ട് 2 0, 4,200 കിട്ടിയോ? കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 30,000 രൂപയ്ക്ക്
12% പലിശ നിരക്കിൽ 5 വർഷത്തെ സാധാരണ പലിശ. എത്ര കണ്ടുപിടിച്ചേ? P 30,000, R 12% in 5 years. $18,000 നോക്കട്ടെ. ഇതിൽ I is equal to PNR by 100 is equal to 30,000 into 12 into 5 by 100 into 0 വെട്ടി 18,000. ഓക്കെ, 18,000 കിട്ടി. ഇനി അടുത്തത് ടൈപ്പ് 2, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ 30,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ. ഇതേപോലെ തന്നെ P is equal to 30,000, R എന്ന് പറഞ്ഞാൽ 20%. ഈ 2.5 വർഷം എന്ന് പറഞ്ഞാൽ എന്താ? 2.5 എന്ന് എഴുതാൻ പാടില്ലേ? 2.5 എന്ന് പറഞ്ഞാൽ 2.5 years എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് I is equal to PNR by 100 ചെയ്തു. നോക്കാം. P 30,000 ഇൻറ്റു 20 ഇൻറ്റു 2.5 by 100. 0 പോയി. ഓക്കെ, ശരിയാ. 25 2.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 5 വരും. 5 ഇൻറ്റു 3 15. അതാണ് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ എന്ത്? പലിശ എത്ര കണ്ടുപിടിച്ചേ? 3.5 എന്ന് പറഞ്ഞാൽ 3.5 എഴുതാം. 3.5 എന്ന് എഴുതാം കേട്ടോ. നോക്കട്ടെ. 25,000 ഇൻറ്റു 12 3.5 by 100. 10,500. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ. കണ്ടുപിടിച്ചേ. നോക്കട്ടെ. P is equal to 50,000, R is equal to 10%, N is equal to 3.5. അപ്പോൾ PNR by 100 50,000 ഇൻറ്റു 10 ഇൻറ്റു 3.5 ബൈ 100. 17,500. ഓക്കെ, അപ്പോൾ ആ ടൈപ്പും കഴിഞ്ഞു. ഇനി ടൈപ്പ് 3. ടൈപ്പ് 3 മൊത്തം 7ാമത്തെ ക്വസ്റ്റ്യനായി. 40,000 രൂപയ്ക്ക് 15% പലിശ നിരക്കിൽ 3.1/4 വർഷത്തെ സാധാരണ പലിശ എത്ര? കണ്ടുപിടിച്ചേ. ത്രീ 1/4 എന്ന് പറഞ്ഞാലേ 3.25 ആണ് കേട്ടോ. അങ്ങനെ എടുത്തോളാം. P is equal to നോട്ടെ, PNR by 100ൽ P 40,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ത്രൂ 3.25 ഇൻറ്റു 15 ബൈ 100. 0 വെട്ടിപ്പോയി. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 19,500 കിട്ടണം. ഓക്കെ, കിട്ടാതെ എഴുതി വെച്ചു. 19,500 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 1/4 വർഷത്തെ സാധാരണ പലിശ എന്ത്? കണ്ടുപിടിച്ചേ. ആ 1/4 എന്ന് പറഞ്ഞാൽ 1.25. ഈ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്.
നോക്കട്ടെ. ഈ 25,000 12% PNR/100. ഓക്കെ, പി എന്ന് പറയുമ്പോൾ 25,000 ഇൻറ്റു 1.25 ഇൻറ്റു 12/100. അപ്പോൾ എത്ര കിട്ടും ചെയ്ത് കഴിയുമ്പോൾ 0 പോയി. എത്ര കിട്ടിയെന്ന് പറഞ്ഞ ആൻസർ? 3,750. 3,750. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2/1/4 വർഷത്തെ സാധാരണ പലിശ എത്ര? കണ്ടുപിടിച്ചേ. നോട്ടെ. പി 50,000 കിട്ടി. 20%. N 2.25 അല്ലേ? അപ്പം I is equal to PNR/100. 50,000 ഇൻറ്റു 20 ഇൻറ്റു 2.25/100. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 22,500 കിട്ടും. 22,500. ഓക്കെ, ആൻസർ കിട്ടി. ഇപ്പം ടൈപ്പ് 3 കഴിഞ്ഞു. ഇനി ടൈപ്പ് 4. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി 20 ക്വസ്റ്റ്യൻ തീർക്കണം. 30,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ 23 ദിവസത്തെ സാധാരണ പലിശ എന്ത്? ഇപ്പം 73 ദിവസം എന്ന് പറഞ്ഞാലേ ഇപ്പം N ഈസ് ഈക്വൽ ടു 73 ദിവസം എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി എത്ര പെർസെൻ്റായി വർഷത്തിൻ്റെ? 73/365 ചെയ്യാം. ഓക്കെ, I ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു 3,000, 30,000. R ഈസ് ഈക്വൽ ടു 5%. N ഈസ് ഈക്വൽ ടു 70. ഇത് ചെയ്യുമ്പോഴേ ഒരു 1/5 എന്ന് കിട്ടും കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേരെ. 73 ദിവസം എന്ന് കണ്ടാൽ 1/5 എന്ന് എടുത്താൽ മതി. ആ 100. 30,000 ഇൻറ്റു 5 ഇൻറ്റു 30,000 ഇൻറ്റു 5 ഇൻറ്റു 1/5/100. ഈ 5 കട്ടായി പൊക്കോളും. 100 കിട്ടി. ഇപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 300 കിട്ടും അല്ലേ? 300 രൂപ കിട്ടി. അതാണ് ഈ ഒരു ദിവസമാണ് പറയാം. അപ്പോൾ നിങ്ങളുടെ 73 കണ്ടാൽ 1/5 എന്ന് എടുത്താൽ മതി. അത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ
73 ദിവസത്തെ സാധാരണ പലിശ. രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ കണ്ടുപിടിച്ചോ. ഈ നമുക്ക് 50,000 എന്നറിയാം. 10% ആണ്. എന്ന് പറഞ്ഞാൽ 73 ദിവസം. വർഷത്തിലേക്ക് വരുമ്പോൾ 1/5. ഓക്കെ. I is equal to PNR by 100. 50,000 into 10 into 1/5 by 100 അല്ലേ. 2 പോയി 5 വെട്ടി 2 500 1000 കിട്ടും. ഓക്കെ, 1000 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആ പാറ്റേണിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. 15,000 രൂപയ്ക്ക് 12% അല്ല 20%, 12 20% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എത്ര കണ്ടുപിടിച്ചേ? നമുക്ക് E is equal to 15,000, N is equal to 1/5, R is equal to 20%, I is equal to PNR by 100. P 15,000 into 1/5 into 20/100, 5 4 അല്ലേ, 600 കിട്ടും അല്ലേ, 600 രൂപ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ്. ഇത് 73 ദിവസത്തിൻ്റെ വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഏത് ദിവസം വന്നാലും ചെയ്യണം നിങ്ങൾ. പക്ഷേ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഈ 73 ദിവസം തന്നെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷ കുറേ പ്രാവശ്യം. അപ്പോൾ ആ ചോദിച്ചേക്കുന്ന ഒരു പാറ്റേണാണ്. ബൈ 360 ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കും കിട്ടുന്നത് പരീക്ഷയ്ക്ക്. 73 ആകുമ്പോൾ നമുക്ക് ഇത്ര ഷോർട്ട് കട്ട് കിട്ടിയില്ല, 1/5 എന്ന് ചെയ്യാമല്ലോ, അത് കാരണം. ഇനി അടുത്ത ടൈപ്പ് 5. 73 ചോദിച്ചാലുള്ള ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മളോട് പലിശ നിരക്കിൽ ഇതുപോലത്തെ കുറച്ച് ചോദിക്കുന്ന സാധനങ്ങളുണ്ട്. 16 2/3% എന്ന് പറഞ്ഞാൽ 16 2/3% എന്ന് പറഞ്ഞാൽ 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 16 2/3. 14 2/7 എന്ന് പറഞ്ഞാൽ 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി 33 1/3 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലാണ്. 1/3 എന്ന് പറഞ്ഞാൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പഠിച്ചേ. 16 2/3 എന്നാണെങ്കിൽ എന്താണ്, 16 2/3 ആണെങ്കിൽ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 14 2/3 ആണെങ്കിൽ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. 33 1/3 ആണെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഷോർട്ട് കട്ടാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് സമയം പോകില്ലേ നമ്മുടെ. 16 2/3 നിങ്ങൾ ഇത് നോർമലാക്കി പിന്നെ ഡിവൈഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് 16 2/3 എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ വരും? 16 × 3 + 2/3 എന്ന് വരും അല്ലേ. അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കുറേ സമയം പോകുമല്ലോ. അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. 16 2/3 എന്ന് വെച്ചാൽ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 14 2/7 എന്ന് വെച്ചാൽ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. 13 1/3 എന്ന് വെച്ചാൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതെങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. മൊത്തം നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യനാണ്. 30,000 രൂപയ്ക്ക് 16 2/3% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഐ നമുക്കറിയാം, അല്ല പി നമുക്കറിയാം 30,000. ആറാണ് 16 2/3. ഓക്കെ, n 3. അപ്പോൾ നമുക്ക് ഈ 16 2/3 കിട്ടിയാൽ എന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാം? 6 വെച്ചിട്ട്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു PNR/100 എന്ത് ചെയ്താൽ മതി? പി നമുക്കറിയാം 30,000 ഇൻറ്റു n ചെയ്യുക, n3/6 × 100 എന്ന് ചെയ്യാം. ഓക്കെ, ഇത് ആൻസർ എത്ര കിട്ടും നോക്കിയേ? 15,000 കിട്ടുന്നുണ്ടോന്ന്? ഇല്ല, പി 6 വെച്ച് ഡിവൈഡ് ചെയ്യാനൊന്നും ഓർത്തില്ലെങ്കിൽ 15,400 വരുമോ? $15,000 വരുന്നേ? 15,000. 15,000. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മറ്റേതുപോലെ ചെയ്താലും മതി. അതിപ്പോൾ ഒരു ഷോർട്ട് കട്ടായിട്ട് എനിക്ക് കിടക്കുന്ന അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 72,000 രൂപയ്ക്ക് 16 2/3% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ. പലിശ എത്ര? കാൽക്കുലേറ്റ് ചെയ്തേ. $12,000 വരുള്ളൂ. ആ, 72,000. 6 16 2/3 n 2 years. y is equal to നമുക്ക് 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. y 6 × 100 × 2 അല്ലേ? അപ്പോൾ എത്ര വരും? 24,000 വരും. 24,000 കിട്ടില്ല എല്ലാവർക്കും? 24,000. അപ്പോൾ 16 2/3 വന്നാൽ എന്ത് ചെയ്യാം ഓർത്താൽ മതി? 16 2/3 വന്നാൽ 1/6 എന്ന് ചെയ്താൽ മതി. ഓക്കെ, 1/6. അടുത്ത ക്വസ്റ്റ്യൻ. 15ാമത്തെ. 49,000 രൂപയ്ക്ക് 14 2/7 അല്ലേ? 14 2/7 ചെയ്താൽ എത്ര ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? 7 ഉണ്ടല്ലേ? പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ. കാൽക്കുലേറ്റ് ചെയ്ത് ഇതെന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ 1/7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ പി നമുക്കറിയാം 49,000. 6 14 2/7 അല്ലെങ്കിൽ ഇൻറ്റു 1/7 അല്ല, ഇൻറ്റു 1/7 n 3 years. എത്ര കിട്ടിയ ആൻസർ? നോക്കട്ടെ. 49,000 ഇൻറ്റു 3
ബൈ 7 ഇൻറ്റു 100 അല്ലേ? ഇത് 7 7 അല്ലേ? ഇത് 2 ഒരു 20 ആ ആ 21,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം ഒരെണ്ണോടുണ്ട്, 16-ാമത്തെ. 36,000 രൂപയ്ക്ക് 33 1/3% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ. തേർട്ടി 1/3 വന്നാൽ എന്നാ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പോട്ടെ, അല്ലെങ്കിൽ 1/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം n എത്രയാണ്? 2 വർഷം. I is equal to PNR/100 is equal to P 36,000 ഇൻറ്റു 2/3 ഇൻറ്റു 100 അല്ലേ? പന്ത്രണ്ട് 2 0 ഇപ്പം എത്ര വന്നു? 24,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ 100 വേണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ 6 ടൈപ്പ് 6 ആണ്. ഇതിൽ ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു പൈസ എന്ന് പറയുകയെന്ന് വിചാരിക്കുക. ഒരു പൈസ പലിശ, 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ പലിശയാണെങ്കിൽ എത്രയാണെന്നറിയാം? 12%. ഓക്കെ, 2 പൈസ നമ്മൾ ഈ ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്ന കാണാറ്, ഈ മുത്തൂറ്റിൻ്റെയൊക്കെ പരസ്യത്തിൽ 1 പൈസ പലിശ എന്ന്. 1 രൂപയ്ക്ക് 1 പൈസ, 1 രൂപയ്ക്ക് 1 പൈസ എന്ന് പറഞ്ഞാൽ 12%. 2 രൂപയ്ക്ക് 1 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് 2 പൈസ എന്ന് പറഞ്ഞാൽ 24%. അപ്പം 3 പൈസ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? 36%. ഓക്കെ, ഇത് 3 ചോദിക്കുള്ളൂ. 1 പൈസ, 1 രൂപയ്ക്ക് 1 പൈസ എന്ന് പറഞ്ഞാൽ 12, 1 രൂപയ്ക്ക് 2 പൈസ എന്ന് വെച്ചാൽ 24, 1 രൂപയ്ക്ക് 3 പൈസ എന്ന് പറഞ്ഞാൽ 36. ചെയ്ത് നോക്കാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. 17-ാമത്തെ ക്വസ്റ്റ്യന്. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ. സാധാരണ പലിശ എത്ര? ഇതിൽ പി നമുക്കറിയാം 50,000. ആറെന്ന് പറഞ്ഞാൽ 1 പൈസ എന്ന് പറയുമ്പോൾ 12%. n 2 വർഷം. കണ്ടുപിടിച്ച് I is equal to PNR/100. P 50,000 ഇൻറ്റു 12 ഇൻറ്റു 2/100 അല്ലേ? എത്ര വരും? 12,000 വരും. 12,000 വരും. 50 2 100 അല്ലേ? അപ്പോൾ 12 ഇൻറ്റു 500 2,000 ആണ്. 1000 ഇൻറ്റു 12 12,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 18-ാമത്തെ. 1 രൂപയ്ക്ക്
ഒരു മാസം ഒരു പൈസ നിരക്ക്, ഒരു മാസം ഒരു പൈസ പലിശ നിരക്കിൽ നിരക്കിൽ 20,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ. എത്ര കണ്ടുപിടിച്ചേ? നോക്കട്ടെ. നമുക്ക് IPNR/100, പി എത്രയാണ്? 20,000 ഇൻറ്റു N 3, 6 എന്ന് പറഞ്ഞാൽ 1 പൈസയാണ്. 1 പൈസ എന്ന് പറയുമ്പോൾ 12%. 0 പോയി 46, 2, 72 അല്ലേ? 7,200. ഓക്കെ, 7,200 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ. 1 രൂപയ്ക്ക് മാസം 2 പൈസ പലിശ നിരക്കിൽ 40,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ എത്ര ഒന്ന് കണ്ടുപിടിച്ചേ? രണ്ട് പൈസ എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാ? 2 പൈസ എന്ന് പറയുമ്പോൾ 24%. ഓക്കെ, പി 40,000 N 2. നോക്കട്ടെ. ഇപ്പം നമുക്ക് 40,000 ഇൻറ്റു 24 ഇൻറ്റു 2/100 അല്ലേ? ഇപ്പോൾ 48, 19,200. ഓക്കെ, 19,200 കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ആയിട്ടോ. 20. 1 രൂപയ്ക്ക് ഒരു മാസം 2 പൈസ പലിശ നിരക്കിൽ 10,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ ഉണ്ട്. ചെയ്തേ. പ്രിൻസിപ്പള് 10,000, 6 24% അല്ലേ? N 2. അപ്പോൾ I is equal to PNR/100. P 10,000 ഇൻറ്റു 2 ഇൻറ്റു 24/100 അല്ലേ? 4,800. 4,800 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് 20 അല്ലേ ചെയ്തത്. ഇനി അടുത്ത ടൈപ്പ് 7 ആണ്. ടൈപ്പ് 7 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളോടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഷോർട്ട് കട്ടാണ്. നമ്മളോട് ഒരു തുകയുണ്ട് നമ്മുടെ കയ്യിൽ. N വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് വിചാരിക്കുക. N വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 100/n.
മനസ്സിലായോ? ഒരു തുക n വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് 100/n. 3 ഇരട്ടിയായി എന്ന് വിചാരിക്കുക. 200/n. ഓക്കെ, നമ്മളങ്ങനെ ചോദിക്കുന്ന പരീക്ഷയ്ക്ക് നമ്മളൊരു തുക ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്, n വർഷം കൊണ്ട് ഇരട്ടിയായി, 5 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് പറയുവാണ്. അപ്പോൾ പലിശ നിരക്ക് എത്രയാണെന്ന് വെച്ചാൽ 100/5 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇപ്പം 4 വർഷം കണ്ട് 3 ഇരട്ടിയായി എന്ന് പറഞ്ഞു. 3 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ 200/n എന്ന് എടുത്താൽ മതി. അപ്പം 4 ഇരട്ടി ആയാലോ? 300/n. ഇത്രയുള്ള പരിപാടി. 5 ഇരട്ടി ആയാലോ? 400/n. 6 ഇരട്ടി ആണെങ്കിലോ? 500/n. അത്രേ ഉള്ളൂ. ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടായിരിക്കും കണ്ടുപിടിക്കുന്ന ഉത്തരവൊക്കെ. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 20 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് എത്ര? എത്രയായിരിക്കും പലിശ നിരക്ക്? നമുക്കറിയാം, ഇരട്ടിയാവണമെങ്കിൽ 100/n = 20 അല്ലേ? അല്ല, 100/n = അപ്പോൾ എത്ര കിട്ടും? 100/n അല്ലേ? അപ്പോൾ 100/20 എത്ര കിട്ടും? 5%. 5% കണ്ടോ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി. ഇരട്ടി. അപ്പം n കണ്ടുപിടിച്ചേ, അല്ല പലിശ കണ്ടുപിടിച്ചേ. $100/8 നിർത്താൻ മതി അല്ലേ? എത്ര കിട്ടും? 12.5%. 12.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 12 വർഷം കൊണ്ട് ഇരട്ടിയായി. 23ാമത്തെയാണ്. വർഷം കൊണ്ട് ഇരട്ടി. എത്ര? കിട്ടും? 8/1/3 കിട്ടിയില്ലേ? 8/1/3 എന്ന് കിട്ടും. ഓക്കെ, അത് മതി. 8/1/3. അങ്ങനെ എത്ര രീതിയിലായിരിക്കും നമുക്ക് ഇത് തരുന്നത്, ഓപ്ഷൻ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ. 5 വർഷം കൊണ്ട് ഇരട്ടി. എത്ര? 100/5 20%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. 25 വർഷം കൊണ്ട് ഇരട്ടി. വർഷം എത്ര വരും? 100/25 4% കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് 8 ആണ്. 26ാമത്തെ. 10 വർഷം കൊണ്ട് 3 ഇരട്ടി. പരിശോധന എത്ര? 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നാ പറഞ്ഞേരണേ? 200/n അല്ലേ? അപ്പോൾ 200/10 വരും. എത്ര ശതമാനം വന്നു? 20%. ഓക്കെ, കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ. 20 വർഷം കൊണ്ട്
20 വർഷം കൊണ്ട് 3 ഇരട്ടി. പത്ത് ശതമാനം. 200/20 10% അല്ലേ? 10% പലിശ. അടുത്ത ക്വസ്റ്റ്യൻ 25 വർഷം കൊണ്ട് 3 ഇരട്ടി. n is equal to 25 വർഷം. അപ്പോൾ 200/25 ഇപ്പോൾ 8%. അടുത്തത് ടൈപ്പ് 9 ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യ വർഷം ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആദ്യ വർഷം 8%, രണ്ടാം വർഷം 7%, മൂന്നാം വർഷം 5%. ഓക്കെ. പലിശ നിരക്കിൽ 30,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ. ഓക്കെ. ഇങ്ങനെ തന്നാലേ നമുക്കിങ്ങനെ തന്നിട്ട് ഇപ്പോൾ 8%, 7%, 5%, ഇതെല്ലാം കൂടി കൂട്ടുക. ഓക്കെ. അതാണ് നമ്മുടെ പെർസെൻറ്റേജ്. 6 എന്ന് പറഞ്ഞാൽ 5 + 8 + 7 എത്ര വരും? അത് 20. അപ്പോൾ നിങ്ങൾ 6 20 ഇട്ടിട്ടങ്ങ് ചെയ്താൽ മതി. ചെയ്ത് നോക്കിയേ. 30,000 ഇയർ എന്നിട്ട് 1 ഇയറിൻ്റെ കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ ഇയർ n എന്ന് പറഞ്ഞാൽ 1 എന്ന് എടുക്കുക. അപ്പോൾ PNR/100 നോക്കട്ടെ. 20 × 30,000 100. അത് ചെയ്ത് കഴിയുമ്പോൾ 6,000 കിട്ടും. ഓക്കെ. 6,000 കിട്ടൂലേ? അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യനായി. ആദ്യ വർഷം ഏതാണ്? ഫസ്റ്റ് ഇയറിൽ 5%. സെക്കൻഡ് ഇയറിൽ രണ്ടാം വർഷം 3%. മൂന്നാം വർഷം 2%. ഓക്കെ. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2% പലിശ നിരക്കിൽ 25,000 രൂപയ്ക്ക്. പി എന്ന് പറഞ്ഞാൽ 25,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ. നമ്മൾ ഇയർ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഇതെല്ലാം കൂടി കൂട്ടുക. എന്നിട്ട് 1 ഇയർ ചെയ്യാം. നോട്ടെ. 6 ടോട്ടൽ എന്ത് വരും? 5 + 3 + 2 5 3 8 2 10% കിട്ടും അല്ലേ? അപ്പോൾ PNR/100 25,000 × 1 × റേറ്റ് 10/100. ഇത് 2,500 അല്ലേ? 2,500 കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തെ. ഫസ്റ്റ് ഇയറിൽ ആദ്യ വർഷം 12%, രണ്ടാം വർഷം 8%, മൂന്നാം വർഷം 5%. ഓക്കെ. 50,000 രൂപ. 50,000 രൂപ. ഇയർ n 3 വർഷം. നമുക്ക് ഇയർ നോക്കണ്ട, ബാക്കി നോക്കിയാൽ മതി. ചെയ്തേ. എത്ര കിട്ടി? 25.
I is equal to PNR by 100. പ്രിൻസിപ്പൾ 50,000 ഇൻറ്റു 25/100. എത്ര ആൻസർ? 12,500. 50,000 ഇൻറ്റു 25/100 എന്ന് പറഞ്ഞാൽ 12,500 അടുത്ത ക്വസ്റ്റ്യൻ 32. ഫസ്റ്റ് ഇയറിൽ 7%, സെക്കൻഡ് ഇയറിൽ 5%, തേർഡ് ഇയറിൽ 9%, ഫോർത്ത് ഇയറിൽ 4%. ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 20,000 രൂപ. വർഷം 4 ഇയർ. വർഷം നമുക്ക് ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ചെയ്തു. ഇതല്ലാതെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഓരോ വർഷത്തെയും പലിശ കണ്ടുപിടിച്ച് കൂട്ടേണ്ട വരും. അതാണ്. 6 ഈസിക്കലും നമുക്ക് എത്ര കിട്ടും? 7 + 5 + 9 + 4 25. ഓക്കെ, I is equal to PNR by 100. 20,000 ഇൻറ്റു 25 ഇൻറ്റു by 100. 5,000 കിട്ടും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. കഴിഞ്ഞാൽ ടൈപ്പ് കഴിയും. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇയറിൽ 5%, സെക്കൻഡ് ഇയറിൽ 4%, തേർഡ് ഇയറിൽ 8%, ഫോർത്ത് ഇയറിൽ 3%. 50,000 രൂപ. 50,000 രൂപ 4 വർഷത്തെ പലിശ. ഇത് 6 എന്ന് പറഞ്ഞാൽ 5 + 4 + 8 + 3 എത്ര വരും? 20 കിട്ടുമോ? PNR by 100. 50,000 ഇൻറ്റു 6 20/100. നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങൾ അവിടെ ഇടരുത്. എന്നെ 1 ആയിട്ട് എടുത്തോണം, തെറ്റിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ തെറ്റും. ഇവിടെ 10,000 കിട്ടും അല്ലേ? 10,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇത്രയും ചെയ്താൽ മതി. കറക്റ്റ് പകുതി എത്തി. എത്ര ടൈപ്പ് എത്തി? നമ്മൾ മോഡൽ 10 വരെ എത്തി. അതിനൊരു 3 ടൈപ്പ് കൂടെ ഉണ്ട്. അടുത്ത ദിവസം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ പഠിക്കാം. നമ്മുടെ ഇൻട്രസ്റ്റ് ഒരു 3 ടൈപ്പ് കൂടെ ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു 6 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ തീരുന്നത് മൊത്തം. ഓക്കെ. അയ്യോ, ട്രെയിൻ എടുത്തിട്ടില്ല. എന്നോട് ഇന്നിപ്പോൾ ഇതാ പറഞ്ഞത് എടുക്കാനായിട്ട്. അതായത് ഞാൻ കാര്യം മറന്നുപോയാണ്. ട്രെയിൻ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ബോട്ട് ആൻഡ് ഡിസ്റ്റൻസ് അത് നമ്മൾ എടുത്തിട്ടില്ലല്ലോ അല്ലേ? അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിനോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അന്ന് എടുക്കാത്ത കാര്യം ഓർത്തില്ല. ഓക്കെ, ഇത് തീർന്നിട്ട് നമുക്കത് എടുക്കാവേ. ഇനിയിപ്പോൾ ഇത് പകുതിയായിട്ട് വെക്കുമല്ലേ? ഓക്കെ, ശരി.